അടുത്ത മാനുഫാക്ചറിങ് സ്റ്റേജിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഡിവൈസിനകത്ത് ഒരു പാർട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പണി തന്നു. അടുത്ത സ്റ്റേജിലേക്ക് അവനെ മാസ് മാനുഫാക്ചറിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഞങ്ങളുടെ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തെ ഒരു ട്രയൽ ജേർണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇത് വർക്കൗട്ട് ആകാൻ പോകുന്നില്ല എന്ന്. 8 മാസവും വേസ്റ്റ് ആയി. അതിനെ വെച്ച് കിട്ടിയ ലേണിങ്സ് എല്ലാം ഞങ്ങൾക്ക് വേസ്റ്റ് ആയി. ഈ 8 വർഷത്തെ ഒരു ജേർണി ആയിട്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നും എല്ലാവരും ഞങ്ങൾ ചോദിക്കുക എന്നാ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള വിഷയമായിരുന്നു, അത് ബുക്ക് ചെയ്തിട്ടുണ്ടോ അത് റെഡി ആക്കണം. വീണ്ടും ഈ 8 മാസം എടുക്കുമോ അത് 1 വർഷം എടുക്കുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. നമുക്ക് ഒരു ഐഡിയ ഇല്ല. ലൈക്ക് നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് വേണം നമ്മളിനി അത് ഐഡിയേറ്റ് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും, പക്ഷെ അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ കൺസ്യൂമറിന് ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് സോൾവ് ചെയ്യായിരിക്കും. പിന്നെ ആ ലേറ്റർ ഡൗൺ ദ ലൈനാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ നമ്മൾ ഈ വെച്ചേക്കുന്ന സൊല്യൂഷൻ വർക്കായി, ബട്ട് ഈവൻ ദോ ലൈക്ക് അത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഉപയോഗിക്കുമ്പോഴും അതൊരു യൂസർ ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് തന്നെയായിരുന്നു നിങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അത് സക്സസ് ആയോ എന്നിട്ട് പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പോഴേക്കും? നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞല്ലേ വാഷിംഗ് മെഷീനിൽ തുണി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വെളുക്കത്തില്ല, ശരിയാവത്തില്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് ഒരു വീട്ടിലെ ഏറ്റവും മാൻഡേറ്ററി പ്രൊഡക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ. അതുപോലെ നാളെ ലോകം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് നോഷ് എന്ന ബ്രാൻഡിൽ ഇറങ്ങുന്ന ഒരു കുക്കിംഗ് മെഷീൻ. അത് ചെയ്യുന്നത് മലയാളീസ് അല്ല, പക്ഷേ ആ ടീമിലൊരു മലയാളി മെമ്പർ ഉണ്ട്, തോമസ്. സോ നമുക്ക് കേൾക്കാം തോമസിലൂടെ നോഷ് എന്ന ബ്രാൻഡിനെയും എങ്ങനെയാണ് ഒരു കുക്കിംഗ് മെഷീൻ അവർ ഡെവലപ്പ് ചെയ്ത് സക്സസ് ആക്കി എടുത്തതെന്നൊരു സ്റ്റോറി. തോമസ്, സ്വാഗതം സ്പാർക്കിൻ്റെ എപ്പിസോഡിലേക്ക്. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത ഒരു ബ്രാൻഡിൻ്റെ തുടക്കം മുതൽ അതിനകത്തൊരു മലയാളി ഉണ്ടായിരുന്നു എന്ന് കേട്ടതിൽ. എവിടെയാണ് തോമസിൻ്റെ നാടൊക്കെ? ഇപ്പോൾ നാട്ടിൽ എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്, കോട്ടയം. എന്നതാ പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് ബിടെക് ഇവിടെ പാല സെയിന്റ് ജോസഫ്സ് ആയിരുന്നു. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ബിറ്റ്സ് പിലാനി ഇലക്ട്രോണിക്സ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇലക്ട്രോണിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. തോമസ് നോഷിലേക്ക് എത്തുന്നതിന് മുന്നേ തോമസിന് കുറെ സ്റ്റാർട്ടപ്പുകൾ ചെയ്ത് അത് വിജയിക്കുകയും പരാജയപ്പെട്ട ഒരു ചരിത്രം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്തൊക്കെ സ്റ്റാർട്ടപ്സിൽ ചെയ്തിട്ടുണ്ട്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. കമ്പനിയുടെ പേര് ലെമാറ എന്നായിരുന്നു. ഞങ്ങൾ ക്ലീൻ വാട്ടർ ടെക്കിലായിരുന്നു ഫോക്കസ്. ക്ലീൻ വാട്ടർ ടെക്. ഓക്കെ. അപ്പം ഞങ്ങൾ അന്ന് ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുവാണെങ്കിൽ ഒരു ബോട്ടിലായിരുന്നു, ഒരു സ്മാർട്ട് ബോട്ടിലാണ്. അതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ പറഞ്ഞു തരും ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ലയോ, അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ ഇല്ലയോ. അപ്പം ഇപ്പം ഇമ്പ്യൂർ ആണെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് നമുക്ക് ആ ആപ്പിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ബോട്ടിലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലോട്ടനെ തന്നെ ആ വെള്ളം പ്യൂരിഫൈ ചെയ്ത് തരും. അപ്പം ഞങ്ങൾ തന്നെ റിസർച്ച് ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റ് ലൈക്ക് ഒരു ഫിൽറ്റർ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഫിൽറ്റർ ലൈക്ക് വെള്ളം ഒപ്പം തന്നെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് തരും. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ ഞാനൊരു കൊച്ചി ബേസ്ഡ് ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കമ്പനിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളത് കോവിഡ് സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ കോവിഡ് സമയം ആയതുകൊണ്ട് ഞങ്ങളന്ന് യൂസ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഒരു സ്മാർട്ട് സാനിറ്റൈസറാണ്, ലൈക്ക് എല്ലാവരും ഇപ്പോൾ കോമൺലി കണ്ടു കാണും. അപ്പം അതിനകത്ത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു IoT ഡിവൈസ് ആയിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് കൈ കാണിക്കുമ്പോൾ അത് സാനിറ്റൈസർ ഡിസ്പെൻസ് ചെയ്യും, അപ്പോൾ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യും, എന്നിട്ട് ക്ലൗഡിൽ പുഷ് ചെയ്യും. എന്നിട്ട് ലൈക്ക് നമുക്കിപ്പോൾ ബാങ്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഡാഷ്ബോർഡിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ലൈക്ക് എത്ര ഫുട്ഫോൾ വന്നിട്ടുണ്ട്, ലൈക്ക് ടെമ്പറേച്ചർ വിത്തിൻ റേഞ്ച് ആണോ, ആരുടെയൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ലൈക്ക് എനിക്ക് മനസ്സിലായ സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഞങ്ങളെ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. ലൈക്ക് ഞങ്ങൾക്ക് പല ഗ്രാൻഡ്സ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടിങ് ആ ഒരു ഫിനാൻസ് പാർട്ട് നോക്കുവാണെങ്കിൽ ഞങ്ങൾ അത്യാവശ്യം സോർട്ടഡ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് ഞങ്ങളെ ഒരു നല്ല കാര്യമേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങൾ അന്ന് ലാക്ക് ചെയ്തിരുന്ന ടീമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ലൈക്ക് ഞങ്ങൾ ജസ്റ്റ് കോളേജിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പാസ് ഔട്ട് ആയ 2 ആൾക്കാർ, ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ലൈക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് ലാക്ക് ചെയ്ത മെയിൻ സാധനം ഞങ്ങൾക്ക് നല്ലൊരു കോറായിട്ടൊരു ടീം ഇല്ലായിരുന്നു. പിന്നെ വേറൊരു മെയിൻ സാധനം ഇതായിരുന്നു, മെൻറ്റർഷിപ്പ് ഇല്ലായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണോ പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അത് കാരണം ലൈക്ക് ഞങ്ങൾക്കിപ്പോൾ ഫണ്ട് വന്നാലും ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് കറക്റ്റ് രീതിയിലാണോ, ലൈക്ക് ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ സെക്കൻഡ് സ്റ്റാർട്ടപ്പിൽ പോയി കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ടീം ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാവരും നല്ല എനർജറ്റിക് ആയിരുന്നു, ലൈക്ക് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോവിഡ് സമയം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിലുണ്ടെങ്കിലും ലൈക്ക് ആൾക്കാർക്ക് പൈസ ലൈക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കോവിഡ് ആദ്യമായിട്ടാണ് ഹിറ്റ് ചെയ്തത്.
അപ്പം ആദ്യത്തെ കമ്പനിയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു ടീം ഉണ്ടായിരുന്നില്ല. അതെ. രണ്ടാമത്തെ കമ്പനി നല്ലൊരു ടീം ഉണ്ടായിരുന്നു, പക്ഷെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എൻ്റെ പ്രീവിയസ് സ്റ്റാർട്ടപ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ക്ലോസ് ചെയ്ത് എന്ത് ചെയ്യണം എന്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ജേർണി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ഇന്റേൺശാല എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അതോടെ നോഷിലൊരു ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ ഞാൻ നോഷ് നോക്കിയപ്പോൾ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് വേണ്ട സാധനം എന്താണോ അത് അവിടെ ഉണ്ട്. അതൊരു ഏർലി സ്റ്റേജ് ആയിരുന്നു. വളരെ ചെറിയ ടീമായിരുന്നു, പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് അന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ജേർണി, ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ജേർണിയിലായിരുന്നു എനിക്ക് മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിനൊരു ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തു. ഞാൻ അന്ന് വന്ന സമയത്ത് ഞാനും അമ്മയും കൂടാണ് അന്ന് ആദ്യം നോഷിൻ്റെ ഓഫീസിലോട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ നോഷിൻ്റെ ഓഫീസിലോട്ട് കയറി ചെന്ന ഉടനെ അമ്മേനോട് ചോദിച്ചു, ഇത് നിന്റെ റൂം പോലെ തന്നെ ഉണ്ടല്ലോ എന്ന്. അവിടെ ഫുള്ള് വയറും മോട്ടറും കാര്യങ്ങളല്ലായിരുന്നു. അപ്പം അപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീൽ കിട്ടി, ഓക്കെ ദിസ് ഇസ് ദ പ്ലേസ് വാട്ട് ഐ വാണ്ട്. ഇതാണ് ഞാൻ ആഗ്രഹിച്ച സ്ഥലം എന്നല്ലേ. അതെ. പിന്നെ അപ്പം എന്നിട്ട് ഞങ്ങളുടെ കോഫൗണ്ടർ വന്നിട്ട് എന്തായിരുന്നു അവിടെ അവർ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഞങ്ങളെ കാണിച്ചു. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആപ്പ്. അപ്പം അപ്പോൾ ഒരു MVP സ്റ്റേജിലിരിക്കുമായിരുന്നു. ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഐഡിയനെ അത് കോൺസെപ്റ്റ് ആക്കി ജസ്റ്റ് ഒരു മിനിമം ഒത്തിരി കാര്യങ്ങൾ ചെയ്തില്ല, എന്നാലും മിനിമം കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആക്കി ഒരു MVP സ്റ്റേജിലിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്നായിരുന്നു എൻ്റെ നോഷ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊരു പുതിയ പ്രൊഡക്റ്റാണ്. അപ്പം നമുക്ക് എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, ഏതാണ് കൺസ്യൂമറിന് വേണ്ടതെന്നൊന്നും വെച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം പിന്നെ നമ്മുടെ അടുത്ത ഐഡിയ എന്ന് വെച്ചാൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിനുള്ള ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ 3 യൂണിറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു യൂണിറ്റ് ഞങ്ങളുടെ R&Dക്ക് വേണ്ടി ഞങ്ങൾ ഡിവൈസ് നമ്മളിവിടെ ഓഫീസിൽ വെക്കും. ബാക്കിയുള്ളത് ഞങ്ങൾ ഈ ബാംഗ്ലൂരിൽ ഇഷ്ടംപോലെ ഫ്ലാറ്റ്സ്, അപ്പാർട്ട്മെൻറ്റ്, സൊസൈറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഡെമോ നടത്തുമൊക്കെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞങ്ങൾ സൈനപ്പ് ചെയ്യും. ഞങ്ങൾ ഒരാഴ്ച നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാമെന്ന് ചോദിക്കും. അവരെ അവിടെ കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് എല്ലാം കാണിച്ചു കൊടുക്കും. അവരത് ഒരാഴ്ച യൂസ് ചെയ്യും. അവരതിനകത്ത് കുക്ക് ചെയ്ത് ഞങ്ങൾ എന്നിട്ട് അത് ഒബ്സർവ് ചെയ്യും. ഒരു ട്രയൽ ആൻഡ് എറർ സ്റ്റേജ്. എക്സാക്ട്ലി, ഒരു ട്രയൽ ആൻഡ് എറർ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പ്രൊഡക്റ്റിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുമായിരുന്നു, ആൾക്കാർക്ക് എന്താണ് വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ആൾക്കാർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു സ്ക്രൂവിന്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരും. ഇത് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ സ്ക്രൂ ആണ്. മറ്റേ പാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നടന്നു വീഴുന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഓക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഏരിയയിൽ ഒരു സ്ക്രൂവോ സാധനമോ ഒന്നും എക്സ്പോസ് ചെയ്യാൻ പാടില്ല, എല്ലാം ഹൈഡ് ചെയ്യണം. അവിടെ ആ സ്ക്രൂവും കാര്യങ്ങളൊന്നും വരാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് നമ്മുടെ ഇപ്പോൾ പ്രൊഡക്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറർ ഉണ്ട്. അപ്പോൾ സ്റ്റെറർ ആദ്യം ഞങ്ങൾ ചെയ്തിരുന്ന ഒരു വുഡ് ഉപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കൺസ്യൂമർ വാഷ് ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ അത് യൂസ് ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴും സ്റ്റെറർ ബ്രേക്ക് ആവുമായിരുന്നു. അപ്പം പൂപ്പൽ പിടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ഞങ്ങളുടെ ഓരോ ഞങ്ങളുടെ ഡിവൈസ് ക്ലീൻ ചെയ്യാനായിട്ട് പാടായിരുന്നു. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓക്കെ ഞാൻ കുക്ക് ചെയ്ത് ഫുഡ് കിട്ടി, ഇത് അടുക്കള ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും എഫേർട്ട് ആണോ എന്നുള്ളൊരു ഇത് വരരുത്. ഇനിഷ്യൽ സ്റ്റേജിൽ ഡിവൈസ് ക്ലീൻ ചെയ്യാൻ പാടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം യൂസറിൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് കൊണ്ട് വെച്ച് അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കി സോൾവ് ചെയ്യാന്നുള്ള സംഭവമായിരുന്നു. എന്നിട്ട് നമുക്ക് ഞങ്ങൾ എന്നിട്ട് 2022 ആ ഒരു റേഞ്ച് മാക്സിമം ഈ പ്രൊഡക്റ്റ് പുഷ് ചെയ്ത് യൂസേഴ്സിനെ കൊണ്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ അപ്പൊ നിങ്ങൾ ഈ ചെന്ന് പറയുമ്പോൾ ആൾക്കാർ തയ്യാറാവുമോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ട് റിപ്ലൈ പറയാനായിട്ട്? ഞങ്ങൾക്ക് അതൊരു മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. ആദ്യമൊന്നും ആൾക്കാർ ഞങ്ങളുടെ സ്റ്റോളിന്റെ അങ്ങോട്ട് പോലും വരത്തില്ല. എല്ലാവരുടെയും ഇവിടെ ഭയങ്കര ബിസി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ആൾക്കാരെ അങ്ങോട്ട് പോയി ഒന്ന് നോക്കാവോ, ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാമോ, ഞങ്ങൾ പുറകെ നടക്കുമായിരുന്നു. അതെ, അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര അവരും ബാംഗ്ലൂരാണ് ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവിടെ സ്റ്റാർട്ടപ്പ് കൾച്ചറും സംഭവം. അപ്പോൾ അങ്ങനെ ആ ഒരു കൾച്ചറിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഞങ്ങൾ യൂസ് ചെയ്യാം. എന്നിട്ട് അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം ഇനീഷ്യൽ ഞങ്ങൾ ഓൾറെഡി അവരോട് പറയും ഇതിനകത്ത് ബഗ്സ് ഉണ്ട്, ചിലപ്പോൾ ഡെലിവർ ആകത്തില്ല. പക്ഷേ സ്റ്റിൽ അവർ അത് വെൽക്കം ചെയ്തെടുക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്ത് ഒരു റെസിപ്പി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഞങ്ങൾക്ക് ആദ്യം തുടങ്ങിയപ്പോൾ ഒരു 50 റെസിപ്പീസേ ഉള്ളൂ. ഇപ്പോൾ ഒരു 500+ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഈ 50 റെസിപ്പി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡ് പുറത്ത് വരും. എത്ര 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ. അപ്പോൾ ആളുകൾക്ക് വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ.
എന്തൊക്കെ ട്രയൽസ് ഇപ്പൊ എന്നോട് പറഞ്ഞു, സ്ക്രൂ കിട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ സ്പാച്ചുല ഒടിഞ്ഞതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഓരോ മിസ്റ്റേക്സ് പറ്റുമ്പോഴും നിങ്ങളുടെ ടീമിന്റെ ഉള്ളിൽ അതൊരു ചർച്ചാ വിഷയമാകുമല്ലോ. ഇതിനെ നിങ്ങൾ എങ്ങനെ എന്നിട്ട് ടാക്കിൾ ചെയ്തെടുത്ത് പിന്നെ ഡെവലപ്പ് ചെയ്തു? ലൈക്ക് നമുക്ക് ഓരോ ലൈക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിലെ ഓരോ ഫീഡ്ബാക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ ലൈക്ക് ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാ സാധനവും ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പം എന്നോട് ഫൗണ്ടർ വന്നിട്ട് പറയുകയാണ് ഓക്കെ നീ അത് വെച്ച് ചെയ്യും, അപ്പം തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾ അവിടെ ബിൽഡ് ചെയ്യുന്നത്. എന്നാലും നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നീ പോയി ഇൻഡക്ഷൻ ടെസ്റ്റ് ചെയ്യും, ഞാൻ എന്തിനാ ടെസ്റ്റ് ചെയ്യണം, ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നല്ലതായിരിക്കത്തില്ലല്ലോ, അതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഈ സെൻസർ ഞാൻ യൂസ് ചെയ്ത് ചെയ്യട്ടെ. ആ ഒരു കൾച്ചറിലാണ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ചീത്ത വിളിക്കുന്നത് അത് എനിക്ക് ലൈക്ക് ഞങ്ങളിവിടെ സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലൈക്ക് ഞങ്ങളുടെ കൂടെ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അത്രയും ഓപ്പൺ അല്ലായിരുന്നു. ലൈക്ക് നമുക്ക് ആ ഒരു ഫ്രീഡം അങ്ങനെ ആർക്കും ലൈക്ക് ചില സമയത്ത് ഈഗോ ട്രിഗർ ആകുന്ന രീതിയിലൊക്കെ തോന്നും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരുന്നു. എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള വിഷയം ആയിരുന്നു, അത് ബുക്ക് ചെയ്തിട്ടുണ്ടോ, അത് റെഡി ആക്കണം. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഫീഡ്ബാക്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഡിവൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സ്പൈസ് ഇടുന്ന ഒരു സ്പൈസ് റാക്ക് ഉണ്ട്, അപ്പം പിന്നെ ഇൻഗ്രീഡിയൻറ്റ് ഡിസ്പെൻസ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, ലൈക്ക് വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇതിന് ഓരോന്നിനും ഇൻഡിവിജ്വൽ ഓണേഴ്സ് ആണ്. ലൈക്ക് ആ ഒരു ലൈക്ക് അപ്പം നമുക്ക് ടീമിലോട്ട് വേണ്ടത് ആ ഓണർഷിപ്പ് എടുത്ത് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. അപ്പം ഈ ഒരു ലൈക്ക് ഒരു സ്പൈസ് ആണെങ്കിൽ ആ സ്പൈസിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിസത്തിന് ലൈക്ക് അതിൻ്റെ ലൈക്ക് നല്ല വശമാണെങ്കിലും ചീത്ത വശമാണെങ്കിലും അവൻ റെഡി ആക്കണം. ഞങ്ങൾക്ക് അന്ന് ചെറിയ ടീമായിരുന്നു, അപ്പം എല്ലാവരും ഇൻവോൾവ് ചെയ്യും. നമുക്കത് ഏത് രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഐറ്ററേറ്റ് ചെയ്യും. ലൈക്ക് അതൊരു ഫുള്ളൊരു കമ്പൈൻ ടീം എഫേർട്ട് ആയിരുന്നു. ലൈക്ക് അത് റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ളത്. ലൈക്ക് നമുക്കൊരു കൺസ്യൂമർ അടുത്തുനിന്ന് ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതെങ്ങനെ ലൈക്ക് അത് എലിമിനേറ്റ് ചെയ്യണം. പിന്നെ അത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ലേറ്റർ റിയലൈസ് ചെയ്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്തു, അത് സോൾവ് ചെയ്തേക്കുന്ന ആ ഒരു രീതി നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റിയ രീതിയാണോ എന്ന് നമുക്കറിയണം. ലൈക്ക് നമുക്ക് നാളെ ഈ പ്രൊഡക്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ലൈക്ക് നമുക്ക് 1000 അല്ലെങ്കിൽ 10,000 ഡിവൈസ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഇറങ്ങാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുവരുന്ന സൊല്യൂഷൻ സ്കെയിലബിൾ സൊല്യൂഷൻ ആണോ എന്നറിയണം. ലൈക്ക് അതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നം പറ്റിയതായിരുന്നു. ഇപ്പം ഞങ്ങളുടെ സ്റ്റെറർ ഞങ്ങൾക്ക് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം അവിടെ ലൈക്ക് അത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് മെറ്റൽ വെച്ച് ലൈക്ക് കേസിങ് കൊടുത്തു, അതിനകത്ത് ലൈക്ക് കുറച്ച് പരിപാടികൾ ചെയ്തു. പക്ഷെ അത് ടെമ്പററി ആയിട്ട് സോൾവ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ആ ജേർണിയിലാണ് മനസ്സിലായത് ഓക്കെ ഞങ്ങൾക്ക് ഈ വുഡൻ ഇത് വെച്ച് ഞങ്ങൾക്ക് അത് സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അത്രയും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട്. ഓക്കെ. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ ഒരു MVP സ്റ്റേജിൽ നമുക്കൊരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒരു മാനുഫാക്ചറിങ് ലെവലിലേക്ക് ആക്കണമെങ്കിൽ അതിനും നമുക്ക് ടീമിലേക്ക് അതിലേക്ക് ആ ഒരു മാനുഫാക്ചറിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ വേണം. അപ്പം ഇപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ സെക്ഷൻസ് ഉണ്ട്, DFA, DFM, ലൈക്ക് ഡിസൈൻ ഫോർ അസംബ്ലി, ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്. അപ്പം ലൈക്ക് അപ്പോൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാർ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ വർക്കാവുമായിരിക്കും, പക്ഷെ അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ചിലപ്പോൾ അതിന് ഇപ്പം പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഡിസൈൻ ആണെങ്കിൽ അത് മോൾഡിങ് പ്രോസസ്സ് വെച്ച് ചെയ്യാൻ പറ്റാത്ത സാധനമായിരിക്കും. ലൈക്ക് അപ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇനീഷ്യൽ ടീം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലൈക്ക് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഞങ്ങളുടെ ടീമിൽ കാണത്തില്ല. പക്ഷെ ഞങ്ങളുടെ അപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ കൺസ്യൂമറിന് ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് സോൾവ് ചെയ്യായിരിക്കും. പിന്നെ ആ ലേറ്റർ ഡൗൺ ദ ലൈനാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ നമ്മൾ ഈ വെച്ചേക്കുന്ന സൊല്യൂഷൻ വർക്കായി, ബട്ട് ഈവൻ ദോ ലൈക്ക് അത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ലൈക്ക് ഏർലി ടീം എന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് ഫേസ് ചെയ്ത ലൈക്ക് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ട്രയലിന് പോയി കഴിയുമ്പോൾ ലൈക്ക് നമുക്കറിയണം നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ് നമുക്ക് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പല ലൈക്ക് പേഴ്സണലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണം. ഇപ്പം ഡ്യുവൽ വർക്കിംഗ് കപ്പിള്, ലൈക്ക് ബാച്ചിലറായിട്ട് നിൽക്കുന്നത്, സിംഗിൾ മോം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ലൈക്ക് ഞങ്ങളെല്ലാവരും ലൈക്ക് എല്ലാവരും അല്ല പോകുമ്പോൾ ഇപ്പോൾ ഞാനും ലൈക്ക് കോ ഫൗണ്ടറും ലൈക്ക് അങ്ങനെ ആയിരിക്കും ഞങ്ങൾ പോകുന്നത് ലൈക്ക് പ്രൊഡക്റ്റ് ഡിപ്ലോയ് ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാവർക്കും കൂടെ ഒരു വീട്ടിലോട്ട് പോയി ഇടിച്ചു തരാനല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ലാപ്ടോപ്പായിട്ടാണ് പോകുന്നത്. അവിടെ ഇരുന്ന് തന്നെ ഫിക്സ് ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് ഇത് വർക്കാവുന്ന വലിയ ഉറപ്പ് കാണത്തില്ലായിരിക്കും ചിലപ്പോൾ. എന്നിട്ട് ഞങ്ങളപ്പോൾ ഒരു കേസ് ഇങ്ങനെ ആയിരുന്നു ലൈക്ക് അപ്പം അതൊരു സിംഗിൾ മോം ആയിരുന്നു. അപ്പോൾ ലൈക്ക് ആ ചേച്ചിയുടെ കയ്യിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളപ്പോൾ ഡെമോ ചെയ്യും. അപ്പോൾ അവരെന്തോ നോർത്ത് ഇന്ത്യൻ ഡിഷ് പോഹ എന്ന് പറഞ്ഞൊരു ഡിഷായിരുന്നു കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ കൊച്ചുണ്ട്. അപ്പോൾ ലൈക്ക് ട്രേ എടുത്തിട്ട് ഡിവൈസിനകത്തോട്ട് ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലോഡ് ചെയ്യാൻ നേരം ട്രേക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹാർഡായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മനസ്സിലാക്കുകയാണ് ഓക്കെ ട്രേയുടെ ഒരു പ്രശ്നമാണ്, ട്രേയുടെ വെയിറ്റ് ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയാണ്.
പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലൈക്ക് ആദ്യത്തെ കൺഫ്യൂഷൻ തന്നെ ലൈക്ക് അവർക്ക് ട്രേ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണോ അതോ ഇങ്ങനെ വെച്ച് ഇൻസേർട്ട് ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ടാണ്. ലൈക്ക് അപ്പം നമ്മൾ ഓർക്കും ലൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പം നമ്മൾ ഓർക്കും ഓക്കെ ഇത് നമുക്കറിയാത്ത കുഴപ്പമായിരിക്കും, ലൈക്ക് എനിക്ക് മനസ്സിലാകുന്ന. പക്ഷേ ശരിക്കും അതൊരു ഡിസൈൻ ഫോൾട്ടാണ്. ലൈക്ക് ഒരു നല്ല ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ ഡിസൈൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ലൈക്ക് ഇത് ഇന്ന രീതിയിലാണ് പോകേണ്ടത്. അപ്പം പക്ഷെ അവർക്ക് പെട്ടെന്നൊരു ചമ്മൽ പോലെ ആയിരിക്കും. ഓക്കെ ലൈക്ക് പക്ഷെ നമുക്ക് അതുപോലത്തെ പോയിന്റ്സ് ആണ് അറിയേണ്ടത്. ലൈക്ക് എവിടേക്കാണ് യൂസർ എറർ സംഭവിക്കാൻ പോകുന്നത്, ലൈക്ക് ആ പ്രൊഡക്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ നിങ്ങളുടെ ഒരു മേജർ വിഷൻ എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആക്കുക. ആ ഒരു വാക്കുകൊണ്ട് മാത്രമല്ല, അത് ഉപയോഗിക്കുമ്പോഴും അതൊരു യൂസർ ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് തന്നെയായിരുന്നു നിങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അത് സക്സസ് ആയോ എന്നിട്ട് പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പോഴേക്കും? അത് സക്സസ് ആയി. പിന്നെ ഇത് ലൈക്ക് ഞങ്ങൾ ആദ്യം ഒരു 3 പ്രൊഡക്റ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രയൽ കണ്ടക്ട് ചെയ്തു. എന്നിട്ട് അതിനകത്തുനിന്ന് വന്ന ലേണിങ്സ് എല്ലാം വെച്ചു. ഞങ്ങൾ അതിന് ആൽഫ സെക്ഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീറ്റയായിട്ട് ഞങ്ങൾ 20 പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തു. 20 പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെയും കൺസ്യൂമേഴ്സിൻ്റെ അടുത്തോട്ട് തന്നെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ കുറച്ചും കൂടെ ഹാപ്പിയാണ്. അവർ പണ്ട് പറഞ്ഞ ഫീഡ്ബാക്സ് എല്ലാം ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ സപ്പോർട്ടീവാണ്. ലൈക്ക് അപ്പോൾ അവർക്കും ഈ ഞങ്ങളുടെ ഇനീഷ്യൽ കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ ജേർണി അറിയാം. ലൈക്ക് ഞങ്ങളത് കഴിഞ്ഞിട്ട് ലൈക്ക് ആദ്യം ഒരു 3 ഡിവൈസസ് ഉണ്ടാക്കി ആൽഫ. അത് കഴിഞ്ഞിട്ട് ഒരു 20 ഡിവൈസസ് ഒരു ബീറ്റ സ്റ്റേജ് എന്ന് പറഞ്ഞ് ലൈക്ക് ഈ 20 ഡിവൈസസ് വെച്ച് പിന്നെയും കുറച്ചുകൂടെ ട്രയൽസ് നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളൊരു ലൈക്ക് മാസ് മാനുഫാക്ചറിങ്ങിലോട്ടും അല്ല ഞങ്ങൾ എൻ്റർ ചെയ്യുന്നത്. ലൈക്ക് അതിനൊരു EVT സ്റ്റേജ് എന്നാണ് പറഞ്ഞത്, എഞ്ചിനീയറിംഗ് വാലിഡേഷൻ ടെസ്റ്റ്. നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം റൈറ്റ് ആണോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈക്ക് ആ ഒരു ജേർണി നോക്കി കഴിഞ്ഞാൽ DVT എന്ന് പറയും, ഡിസൈൻ വാലിഡേഷൻ ടെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് PVT, പ്രൊഡക്ഷൻ വാലിഡേഷൻ ടെസ്റ്റ്. അതായത് ലൈക്ക് അത് ലാസ്റ്റ് സ്റ്റേജാണ്. ഞങ്ങൾ അങ്ങോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആണോ നമ്മുടെ പ്രൊഡക്റ്റ്. അങ്ങനെ നിങ്ങൾ കുറേ ട്രയൽസ് നടത്തി, കുറേ വീട്ടമ്മമാർ നിങ്ങളോട് അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ബാച്ചിലേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിങ്ങനെ വേണം അങ്ങനെ വേണം, ഡിസൈനിങ്ങിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. എന്നാണ് എന്നിട്ട് ഈ ഫൈനൽ ഈ ഒരു കുക്കിംഗ് മെഷീൻ, നോഷിൻ്റെ ഒരു കുക്കിംഗ് മെഷീൻ എന്ന് പറയുന്ന ഫൈനൽ പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കി തുടങ്ങിയത് ഏത് വർഷമാണ്? ഞങ്ങൾ ഈ ലാസ്റ്റ് ഇയർ ആണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഓക്കെ ഇനി യൂസേഴ്സിനെ കൊടുത്ത് തുടങ്ങാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഓക്കെ ആയി ഇനി യൂസ് ചെയ്ത് തുടങ്ങാം. ലൈക്ക് അതിന് മുമ്പ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് R&D തന്നെയായിരുന്നു. 6 വർഷം നിങ്ങൾ R&Dയിൽ നിന്നു? അതെ. അത് ഞങ്ങളുടെ മെയിൻ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വാഷിംഗ് മെഷീന് നമുക്കൊരു ക്ലൗഡ് കണക്ടിവിറ്റി കൊടുക്കണം. ലൈക്ക് അപ്പം വാഷിംഗ് മെഷീൻ ഓൾറെഡി ഒരു പ്രൂവൺ ആയിട്ടൊരു സാധനമുണ്ട്. പിന്നെ അതിനെ ഒരു IoT ആയിട്ട് ക്ലബ് ചെയ്യണമെങ്കിൽ ലൈക്ക് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ എലമെന്റ് ആഡ് ചെയ്താൽ മതി, ലൈക്ക് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എലമെന്റ്. പക്ഷെ നമുക്ക് റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കുറെ സാധനങ്ങൾ കാണും. പക്ഷെ ഞങ്ങൾ ഇതൊന്നുമില്ല. ഓക്കെ, ആ ഒരു ജേർണി ലൈക്ക് അങ്ങനെ ഒരു റെഫറൻസ് ഇല്ലാത്ത കാരണമാണ് ലൈക്ക് ഞങ്ങൾ കുറേ സമയം എടുത്തത്. പിന്നെ ലൈക്ക് മിസ്റ്റേക്സ് ഓരോ സ്റ്റേജിൽ ഉണ്ടാക്കിയിരിക്കുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പം റെഫറൻസ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ സ്റ്റെറർ എടുക്കുവാണെങ്കിൽ ആ സ്റ്റെറർ ഫുഡുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വുഡ് വുഡ് വർക്കൗട്ട് ആകാതെ മനസ്സിലാക്കി. പിന്നെ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യാം. അപ്പം പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി എല്ലാവരും മെറ്റീരിയൽ സ്റ്റഡി ആവും. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ സ്റ്റെററിൻ്റെ മെറ്റീരിയൽ നമുക്കിപ്പോൾ കോമൺലി നമുക്ക് ആലോചിക്കാൻ പറ്റും ഓക്കെ എന്തെങ്കിലും ഒരു ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആയിരിക്കണം എന്ന് നോക്കും. പിന്നെ അതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫുഡ് ഗ്രേഡ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഓയിൽ ഗ്രേഡ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഫുഡ് ഗ്രേഡായിട്ട് ഞങ്ങൾ സിലിക്കൺസ് ചൂസ് ചെയ്ത് ഞങ്ങളത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഓയിലിനകത്ത് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങി. ലൈക്ക് അത് ഓയിലായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഓക്കെ ഓയിൽ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു വേറൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ അതുമായിട്ട് പിന്നെ ഇതിൻ്റെ കോസ്റ്റും ഭയങ്കരമായിട്ട് കൂടാൻ പറ്റില്ല. കാരണം നമുക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അത് ഓവറോൾ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്ന് ബേസിക്കലി നമുക്ക് റെഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു കംപ്ലീറ്റ്ലി ന്യൂ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ തോമസേ, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അതൊരു കുക്കിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ചരിത്രമുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ വേണം, ടോപ്പ് ലോഡ് ആണെങ്കിൽ ഇങ്ങനെ വേണം, ഫ്രണ്ട് ലോഡ് ആണെങ്കിൽ ഇങ്ങനെ വേണം. അല്ലെങ്കിൽ ഡിഷ് വാഷർ ആണെങ്കിലും കുറേ മോഡൽസ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് ഈ മോഡൽസ് ഒന്നും ഇല്ല. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ തലയും കൈയും കാലും എല്ലാം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും? അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ ജേണി ആയിരുന്നു. ഈ ജേണിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കണേ, ഇനി ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയേക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അത്രയും എഫേർട്ട്, നിങ്ങൾ 8 വർഷം എന്ന് പറയുമ്പോൾ ചെറിയ കാലപരിധിയല്ല. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയേക്കുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും?
അപ്പം ഞങ്ങൾക്ക് ലൈക്ക് ഞങ്ങളെ പുറകിലോട്ട് വലിച്ചൊരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളൊരു 20 ഡിവൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത മാനുഫാക്ചറിങ് സ്റ്റേജിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഡിവൈസിനകത്ത് ഒരു പാർട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പണി തന്നു. നമ്മൾ ഡിവൈസിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ലൈക്ക് ഇപ്പോൾ സാമ്പാർ കുക്ക് ചെയ്യാൻ പോകുന്നെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിടാൻ പോകുന്ന ഒരു ട്രേ ഉണ്ട്. ആ ഒരു ട്രേ ഞങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് അവനെ മാസ് മാനുഫാക്ചറിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഞങ്ങളുടെ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തെ ഒരു ട്രയൽ ജേർണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇത് വർക്കൗട്ട് ആകാൻ പോകുന്നില്ല എന്ന്. 8 മാസവും വേസ്റ്റ് ആയി. 8 മാസം ഞങ്ങൾക്ക് കിട്ടിയ ലേണിങ്സ് എല്ലാം ലൈക്ക് സ്പെസിഫിക്കലി ആ ഒരു ട്രേ ആണെങ്കിൽ ആ ട്രേ ഞങ്ങളുടെ ഡിവൈസിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഘടകമാണ്. അതിനെ വെച്ച് കിട്ടിയ ലേണിങ്സ് എല്ലാം ഞങ്ങൾക്ക് വേസ്റ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ 8 വർഷത്തെ ഒരു ജേർണി ആയിട്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നും എല്ലാവരും ഞങ്ങൾ ചോദിക്കുക എന്നാ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. ലൈക്ക് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ട്രയൽ കണ്ടക്ട് ചെയ്ത് നമ്മളിനി പ്രൊഡക്റ്റ് ഇറക്കാൻ പോവാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത്ര നാളും കിട്ടിക്കൊണ്ടിരുന്ന ലൈക്ക് ലേണിങ്സ് ഒന്നും ഇപ്പം നമുക്ക് അർത്ഥവത്താകാൻ പോകുന്നില്ല. കാരണം ഇനിയിപ്പോൾ നമ്മളൊരു പുതിയൊരു സാധനം അതിന് വേണ്ടി ഉണ്ടാക്കണം. ഇത് വീണ്ടും ഈ 8 മാസം എടുക്കുമോ അതോ 1 വർഷം എടുക്കുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. നമുക്ക് ഒരു ഐഡിയ ഇല്ല. ലൈക്ക് നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് വേണം നമ്മളിനി അത് ഐഡിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് ആകെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂസറിൻ്റെ അടുത്ത് ട്രയൽ നടത്തിയതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം ലൈക്ക് അവർക്ക് എന്താ വേണ്ടത്. ഇപ്പം ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈക്ക് ഈ യൂസറിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ അവർ പറയും ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ അവർ വെച്ചിട്ട് ചെറിയ ചിക്കൻ്റെ കഷ്ണങ്ങൾ കാണും. അത് ചിലപ്പോൾ അതിനകത്ത് സ്റ്റക്ക് ആയിട്ടിരിക്കും, അത് ഡിസ്പെൻസ് ആയില്ലല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ഇതൊരു ചെറിയ ചിക്കൻ്റെ കഷ്ണമല്ലായിരുന്നു. പക്ഷേ യൂസറിനെ സംബന്ധിച്ച് അവരുടെ ഒരു കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ട്രൈ എടുക്കുമ്പോൾ ഒരു ചിക്കൻ കഷ്ണം അവിടെ ഇരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു ഇച്ചിരി ഗാർലിക്കിൻ്റെ കുറച്ച് പോർഷൻസ് എല്ലാം അതിനകത്ത് ഇരിപ്പുള്ളൂ. പക്ഷെ അതെല്ലാം യൂസറിനെ സംബന്ധിച്ച് യൂസർ പറഞ്ഞ് എന്തുകൊണ്ട് ഇത് ഫുള്ള് ഡിസ്പെൻസ് ആയില്ല ലൈക്ക് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. അതിന് ക്ലീൻ ചെയ്യുമ്പോൾ അവരതെടുത്ത് ലൈക്ക് എല്ലാവരും പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ല, അതൊരു വേസ്റ്റ് ആയി പോകുന്നുള്ളൊരു ഫീലാണ് വരുന്നത്. അപ്പോൾ അതൊരു ഞങ്ങൾക്ക് ലൈക്ക് ഞങ്ങളുടെ ഫൗണ്ടർ എല്ലാവരും ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിന്ന ഒരു കേസ് ഒരു മൊമെന്റ് ആയിരുന്നു. അതിനെ ടാക്കിൾ ചെയ്യാൻ എത്ര നാൾ എടുത്തു? അതിനെ ടാക്കിൾ ചെയ്യാൻ ഞങ്ങൾ ഓൾമോസ്റ്റ് 1 ഇയർ എടുത്തു. അത് 1 ഇയർ ഞങ്ങൾ എടുത്തത് ജസ്റ്റ് പുതിയ ഇൻഗ്രീഡിയൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. അതുപോലെ ഇത് ജസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് പിന്നെയും ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ എടുത്തത് ലൈക്ക് അതിൻ്റെ ഫുള്ള് ഡെവലപ്പ്. പക്ഷേ ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നറിയണം. അതുപോലെ തന്നെ യൂസറിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. കാരണം നമ്മുടെ മാനുഫാക്ചറിങ് എളുപ്പമാക്കാനായിട്ട് അവർക്കൊരു കോംപ്ലക്സ് സാധനം കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ അവരാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വിഷനും യൂസർ ഫ്രണ്ട്ലി ആവണമെന്നുള്ളതാണല്ലോ. എക്സാക്ട്ലി. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ലൈക്ക് ഒരു 1 ഇയർ എടുത്ത് ഞങ്ങൾ പുതിയൊരു ട്രൈ ഡെവലപ്പ് ചെയ്യാൻ. എന്നിട്ട് ഞങ്ങൾ പുതിയ ട്രൈ വെച്ച് പിന്നെയും യൂസർ ട്രയൽ കണ്ടക്ട് ചെയ്തു. പക്ഷേ ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് കുറേ ലൈക്ക് നടത്തിയിരുന്ന എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ യൂസർ ട്രയലിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല. കാരണം എന്താണോ യൂസറിന് വേണ്ടത് ഞങ്ങൾക്ക് ഉടനെ അച്ചീവ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ഗുണം ലൈക്ക് നമ്മൾ ആദ്യം തന്നെ ലൈക്ക് അവരുടെ അടുത്ത് കൊണ്ട് വെച്ച് അവർക്ക് എന്താ വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഒരു റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ട്രൈ നമ്മൾ റെഡിയാക്കിയിട്ട് പിന്നെ യൂസറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു. യൂസേഴ്സ് എല്ലാം ലൈക്ക് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഇൻഗ്രീഡിയൻസ് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം അവർ ഈ ടൊമാറ്റോ പ്യൂരി ലൈക്ക് നമ്മൾ വെള്ളം പോലെയൊക്കെ വരുന്ന സംഭവങ്ങളില്ലേ, അപ്പോൾ അതൊക്കെ ഈ ട്രൈക്കകത്ത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രേയുടെ അറ്റത്തുനിന്ന് ഇങ്ങനെ ഡ്രിപ്പായി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഇത് ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരാൾ നോക്കി കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. അതെ അവർ ഞങ്ങൾക്ക് ഉടനെ മെസ്സേജ് അയക്കും, അയ്യോ നിങ്ങളുടെ ട്രേക്കകത്ത് ഞങ്ങൾ ഇത് ഇട്ടു പക്ഷെ ഇതെല്ലാം ലീക്കായി പോയിക്കൊണ്ടിരിക്കും, അതെന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറയും ഓക്കെ ഇത് അങ്ങനെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിൽ അപ്പം നമുക്ക് ഈ ലേണിങ്സ് എല്ലാം ഉണ്ട്, എന്തൊക്കെയായിരുന്നു യൂസറിൻ്റെ പെയിൻ പോയിന്റ്സ് എന്നുള്ള അതെല്ലാം കൺസിഡർ ചെയ്താണ് ഞങ്ങൾ ആ ഒരു വർഷം നമുക്ക് ഇതിനെയും റെഡി ആക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു കോൾ ഫൗണ്ടറാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫൗണ്ടറിൻ്റെ തോട്ടും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതല്ല ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് പുഷ് ചെയ്യണമെന്നൊരു മൂഡ്, ചിലപ്പോൾ അങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം അത് മാർക്കറ്റിൽ വന്ന രീതിയിൽ തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യത. അതെ, അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു സാധനം കൊണ്ടുവരുവാണ്, അതിനിപ്പോൾ എന്തായാലും സമയം എടുത്താൽ പോലും അതൊരു റിലയബിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടേ നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാവൂ എന്നുള്ളൊരു നല്ലൊരു വിഷൻ. അത് ലൈക്ക് ഫൗണ്ടറിന് മാത്രം പോരാ, അത് താഴോട്ടുള്ള ടീം മെമ്പേഴ്സിനും കൂടെ അത് ഈക്വലായിട്ട് പകർന്നു കൊടുക്കണം. ലൈക്ക് അപ്പം ഇപ്പം എനിക്കിപ്പോൾ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്ത നൈറ്റ്സ് ഉണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിയാകുമ്പോൾ പിന്നെയും വന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു വിഷൻ ലൈക്ക് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റയുടെ ഈ ഒരു പ്രശ്നം ഞങ്ങളെ പുറകിലോട്ട് നന്നായിട്ട് വലിച്ചു ഒരു സമയമായിരുന്നു. എന്നിട്ട് അതിനെല്ലാം ഞങ്ങൾ നന്നായിട്ട് ലൈക്ക് ഓവർകം ചെയ്യുന്നതിൻ്റെ വലിയൊരു ഗുണം നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് യൂസറിന് എന്താ വേണ്ടതെന്നുള്ള. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ 50 റെസിപ്പി, അതായത് 50 ഡിഫറെന്റ് ആയിട്ടുള്ള റെസിപ്പീസ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്.
ഇപ്പോൾ എത്ര റെസിപ്പീസ് ഉണ്ട്? ഇപ്പം 500-ലധികം റെസിപ്പീസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് 2 ഷെഫുമാരുണ്ട്. ആ ഷെഫുമാർ ഈ ഡിവൈസിനെ ഓരോ ദിവസവും പുതിയ റെസിപ്പീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ലൈക്ക് നമുക്ക് പുതിയ റെസിപ്പി കിട്ടും. നമ്മളിപ്പോൾ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ലൈക്ക് അപ്ഡേറ്റ് റെസിപ്പി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പുതിയ റെസിപ്പീസ് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഡിവൈസുകളിലേക്ക് വരും. അപ്പോൾ അതായത് ഇപ്പോൾ എനിക്കൊരു സാമ്പാർ ഉണ്ടാക്കണം. എനിക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നോഷൻ്റെ ഈ മെഷീനിൽ വന്ന് എന്തൊക്കെ ചെയ്താൽ എനിക്കൊരു സാമ്പാർ കിട്ടും? നമുക്ക് നോഷൻ്റെ നമുക്കിപ്പം ജസ്റ്റ് നമുക്കൊരു സെർച്ചിൻ്റെ ബോക്സ് കാണും. അവിടെ നമ്മൾ സാമ്പാറിന് അടിക്കുക. അപ്പോൾ സാമ്പാറിന് അടിക്കുമ്പോൾ തന്നെ അവിടെ ചിലപ്പോൾ മൾട്ടിപ്പിൾ സാമ്പാറുകൾ വരും. ലൈക്ക് കേരള സാമ്പാർ, ആന്ധ്ര സാമ്പാർ, തമിഴ്. അത് ഞങ്ങൾക്ക് ഈ നമ്മൾ ട്രയൽ നടത്തിയപ്പം യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ആണ്. ഞങ്ങൾ ഇവിടെ ലൈക്ക് ബാംഗ്ലൂർ ആയതുകൊണ്ട് പല സിറ്റീസിൽ നിന്നുള്ള ആൾക്കാർ വരും. അപ്പോൾ ഇത് ഞങ്ങളുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ, ഇതിന് വ്യത്യാസം ഉണ്ടല്ലോ, ഇതിന് കുറച്ചും കൂടി എരിവ് വേണം, ഇത് ഞങ്ങളുടെ ഫ്ലേവർ അല്ല. അപ്പം അതെല്ലാം ഞങ്ങൾക്ക് ഈ ട്രയൽസിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ സാമ്പാർ തന്നെയാണെങ്കിൽ ഇപ്പോൾ കേരള സാമ്പാർ, ഇപ്പോൾ നമ്മളിപ്പോൾ കേരള സാമ്പാർ എടുക്കാം. നമ്മളിപ്പം ചേച്ചിക്ക് ഇപ്പോൾ കേരള സാമ്പാറാണ് വേണ്ടത്. കേരള സാമ്പാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രേ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസിനകത്ത് കാണിക്കും ഓക്കെ ആദ്യത്തെ കള്ളിയിൽ ലൈക്ക് ഇപ്പോൾ ക്യാരറ്റ് പച്ചക്കറികൾ എന്തൊക്കെയാണ് വേണ്ടത് അത് ഇടുക, രണ്ടാമത്തെ സ്ലോട്ടിൽ ഇതാ ഇടുക. അപ്പോൾ നമ്മളെ ഫുള്ള് ഡിവൈസ് നമുക്ക് ഗൈഡ് ചെയ്ത് തരും. കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഈ അതാത് ട്രേയിലിട്ട് കൊടുക്കുക. ആ ട്രേ കൊണ്ടുവന്ന് നമ്മൾ ഡിവൈസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക, സ്റ്റാർട്ട് കുക്കിംഗ് കൊടുക്കുക. പിന്നെ നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഡിവൈസ് കുക്ക് ചെയ്തോളൂ. അത്രയും പണിയെടുത്താൽ മതി. നമുക്ക് ഡിവൈസിനകത്ത് തന്നെ ഇപ്പം സ്പൈസ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് തന്നെ ഇപ്പം നമ്മുടെ ജീരകം, ചില്ലി പൗഡർ, ക്യൂമിൻ, മസ്റ്റേർഡ്, കടുക് സംഭവങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ കടുകും പറക്കും എല്ലാ ഡിവൈസും ചെയ്തോളൂ. ഞങ്ങളുടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഡിവൈസിനകത്തോട്ട് എല്ലാം ലോഡ് ചെയ്യുക, ദെൻ യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ കിച്ചൺ. നിങ്ങൾ ലൈക്ക് അത് ഉണ്ടാക്കുന്നതിനെ പറ്റി വറി ചെയ്യുക വേണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നോക്കാം. തുണി കഴുകാൻ ഇട്ടിട്ട് മാറുന്ന പോലെ, പാത്രം കഴുകാൻ വെച്ചിട്ട് മാറുന്നത് പോലെ, കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. എക്സാക്ട്ലി, നമുക്ക് കിച്ചണിൽ നമുക്ക് നോക്കി നിന്ന സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ ഷെയർഡ് ഓഫീസിൽ പുതിയൊരു മെഷീൻ മേടിച്ചു വെച്ചാൽ നമുക്ക് ഓഫീസിൽ നിന്ന് ഫുഡ്. ഇപ്പം ഇതിനകത്ത് ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഒരു സാധനമായിരുന്നു. ഞങ്ങൾ ആദ്യം ലൈക്ക് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കി. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്ക് സബോള വഴന്നവും നമ്മൾ നോക്കും. അപ്പോൾ അതൊന്ന് വഴന്ന ഒരു ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ലോഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യ കാലത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മളെല്ലാം ഇങ്ങനെ പ്രീ ഡിഫൈൻഡ് ഓക്കെ സ്റ്റൗ ആദ്യം ഇത്ര ലെവലിലേക്ക് ഹീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് സബോള ഇടുക, അത് കഴിഞ്ഞിട്ട് ഇത്ര സമയം കഴിയുമ്പം സബോള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഡിസ്പെൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റെസിപ്പി ആയിരുന്നു എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസൺ കഴിയുന്തോറും സബോളയുടെ ഇത് മാറും. ലൈക്ക് ഒന്നെങ്കിൽ ചിലപ്പോൾ സബോള ഭയങ്കര മോയ്സ്ചർ ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് വരുന്ന സബോള ആയിരിക്കും. അപ്പം നമ്മൾ ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ട് എല്ലാം എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ യൂസർ എടുക്കാം, ചിലപ്പോൾ നമ്മൾ നല്ല സബോള ഇട്ടായിരിക്കും ലൈക്ക് റെസിപ്പി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ യൂസർ ഇടാൻ പോകുന്ന സബോള ചിലപ്പം മോയ്സ്ചർ കൂടിയതായിരിക്കും കുറഞ്ഞതായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്കമ്മിന് ഡിഫറൻസ് വരും. ചിലപ്പോൾ സവാള കരിഞ്ഞു പോകാം, ചിലപ്പോൾ സവാള വേവാതിരിക്കാം. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന വേറൊരു സംഭവം, നമ്മുടെ ഡിവൈസിനകത്ത് ഒരു ക്യാമറയുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കിച്ചണിൽ ഇതിന്റെ ഉള്ളിൽ ക്യാമറയുണ്ടോ? അതെ, അപ്പം ക്യാമറയുണ്ട്. അപ്പൊ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ എപ്പോഴും നോക്കി തവിയിട്ട് ഇളക്കി ചൂട് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആ സെയിം സാധനം ഞങ്ങൾ ഡിവൈസിനെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഡിവൈസിന്റെ ക്യാമറയ്ക്കകത്തോട്ട് നമ്മളിപ്പം AI ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പൊ AI പോലെ ഒരു ഇന്റലിജൻസ് ആഡ് ചെയ്തു. അപ്പോൾ ഡിവൈസ് ഇങ്ങനെ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ പാനിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, സബോള വഴന്നിട്ടുണ്ടോ, ഗോൾഡൻ ബ്രൗൺ ആയോ, അത് ഭയങ്കര ലൈക്ക് റോ ടെക്സ്ചർ ആണോ, എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ഇപ്പോൾ നമ്മുടെ റെസിപ്പിക്കകത്ത് ഗോൾഡൻ ബ്രൗൺ വരെ ആണെങ്കിൽ കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ലൈക്ക് സ്റ്റൗ ലെവൽ കുറയ്ക്കും, ഇളക്കി കഴിയും, അത് അടുത്ത ഡിസ്പെൻസ് ചെയ്യും. അപ്പോൾ അത് ലൈക്ക് ആദ്യമൊക്കെ ഇതൊരു കൊച്ചിനെ പോലെ ആ ഒരു AI മോഡലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അവൻ എങ്ങനെയാണ് സബോള ഉണ്ടാക്കുന്നത് അതിന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ട്രയലിന് കൊണ്ടുപോയി കഴിയുമ്പോൾ ലൈക്ക് യൂസേഴ്സിന്റെ സബോളയൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞു വരും. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും, സബോള മൊത്തം കരിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഡിവൈസിനെ ട്രെയിൻ ചെയ്യും. ഓക്കെ, ഇത് കരിഞ്ഞ സബോളയാണ്, ഇത്രയും വരെ പുഷ് ചെയ്യരുത്, ഇതിനു മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്ന പോലെ ഡിവൈസിനെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്തെല്ലാം ഇപ്പം നമുക്ക് സബോള ഉണ്ടാക്കാൻ ലൈക്ക് സബോള ഇപ്പോൾ ഏത് സ്റ്റേജിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മതി, ബാക്കി ഡിവൈസ് നോക്കിക്കോളും. അപ്പോൾ പിന്നെ ഇപ്പോൾ ടൊമാറ്റോ പ്യൂരി അത് ഇങ്ങനെ കാരമലൈസ് ആകുന്ന സ്റ്റേജ് ഉണ്ട്, ലൈക്ക് കാരമലൈസ് ആകുന്നതിനും വരെ എന്ന് പറഞ്ഞാൽ മതി, ബാക്കി ഡിവൈസ് നോക്കിക്കോളും. അപ്പം ഷെഫിനൊക്കെ ഇപ്പം അതുകൊണ്ട് ഇപ്പം ആ റെസിപ്പിക്ക് അനുസരിച്ച് ഏത് സ്റ്റേജ് വേണമെന്ന് ഡിവൈസിനോട് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് ചെയ്തോളും. ഞങ്ങൾ വേറെ ഇപ്പോൾ ബിൽഡ് ചെയ്യുന്ന ലൈക്ക് ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഇപ്പോൾ AI ഒക്കെ ഭയങ്കര അഡ്വാൻസ് ആയതുകൊണ്ട് ഇപ്പം നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ റെസിപ്പിയുടെ ലിങ്ക് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി എന്നിട്ട് നോഷ് പറയും ഓക്കെ ഈ ട്രേക്കകത്തോട്ട് ഇന്ന സാധനങ്ങൾ ഈ സ്ലോട്ടോട്ട് ലോഡ് ചെയ്താൽ ബാക്കി ഫുള്ള് ഡിവൈസ് നോക്കിക്കോളും. ലൈക്ക് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഇപ്പം നമുക്ക് ഓൺലൈൻ കാണുന്ന റെസിപ്പീസ് ലൈക്ക് വീഡിയോ ആണെങ്കിലും ഇപ്പം യൂട്യൂബ് ലിങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വ്ളോഗ് ആണെങ്കിലും ജസ്റ്റ്
ഡിവൈസിനോട് ഷെയർ ചെയ്താൽ മതി. ഡിവൈസ് ആ റെസിപ്പി മൊത്തം അതിനകത്തോടെ നോക്കിയിട്ട് ലാസ്റ്റ് ഡിവൈസ് നമ്മളോട് പറഞ്ഞു തരും, ഓക്കെ നീ ലൈക്ക് ഈ ട്രൈക്കകത്ത് ഫസ്റ്റ് സ്ലോട്ട് ചെയ്തിട്ടോ ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഞങ്ങളത് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ 500 റെസിപ്പി അല്ലെങ്കിൽ റെസിപ്പീസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടെ വരുമ്പോ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാൻ ആൾക്കാർക്ക് നല്ലൊരു ഫുഡ് ബ്ലോഗറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പുള്ളി ഇടുന്ന സാധനങ്ങൾ ചെയ്താൽ മതിയല്ലേ? അതെ, ഇപ്പം ലൈക്ക് ഇപ്പം ചേച്ചിക്ക് ഇപ്പൊ ചേച്ചിയുടേതായിട്ടല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റെസിപ്പി ഉണ്ട്, അത് നോഷനെ പഠിപ്പിക്കാം. ഞങ്ങൾ അതിനകത്തൊരു മാനുവൽ അതെല്ലാം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മാനുവൽ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഡിവൈസിനെ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ചേച്ചിയുടെ പർട്ടിക്കുലർ റെസിപ്പി ഡിവൈസിനെ പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ചേച്ചിക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിവൈസ് ഉപയോഗിക്കുന്ന വേറെ ഒരാൾക്ക് ആ റെസിപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു അപ്പൊ ഈ റെസിപ്പി അപ്ഡേഷൻ ആപ്പിനകത്ത് ഞാൻ മാനുവലി ചെയ്യുന്നതും എല്ലാവർക്കും കിട്ടും. അത് ലൈക്ക് നമ്മൾ അതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻ ഫ്യൂച്ചർ ആണ് എല്ലാം ലൈക്ക് ഇപ്പൊ ഓൺഗോയിങ് സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പ്രൊഡക്റ്റിന്റെ R&D കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കാര്യത്തിൽ R&Dയിലേക്ക് ഇരിക്കുകയാണ്. അതെ, പ്രൊഡക്റ്റിന്റെ R&Dയും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ലൈക്ക് ഓരോരോ ലൈക്ക് നമ്മൾ പുതിയതായിട്ട് ഓരോരോ പുതിയ സാധനങ്ങൾ ഇംപ്രൂവ് ലൈക്ക് എങ്ങനെ യൂസറിന്റെ ഇത് ഇംപ്രൂവ് ആക്കിക്കൊണ്ടാൻ പറ്റിയോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പൊ എത്ര പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടാവും ഏകദേശം? ഞങ്ങളൊരു 500-ലധികം പ്രൊഡക്റ്റ് ഇപ്പൊ യൂസേഴ്സ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ഇന്ത്യ ആൻഡ് യുഎസിലുണ്ട്. അതെ അതെ. ഓക്കെ, യുഎസിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അപ്പോ ലൈക്ക് ഞങ്ങൾക്ക് ഇത് ഈ ഒരു ജേർണി മനസ്സിലായത് നമുക്ക് ഇന്ത്യ ഒരു മാർക്കറ്റാണ്, അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് US. അവിടെ ആൾക്കാർക്ക് സമയമില്ല, ലൈക്ക് അവർ ബേസിക്കലി എല്ലാം റെഫ്രിജറേറ്റ് ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കൾച്ചറാണ് അവിടെ. അപ്പോൾ അവർക്ക് പക്ഷേ ഇന്ത്യൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ US റെസിപ്പീസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം US ഒരു നല്ല മാർക്കറ്റാണെന്നാണ് ഞങ്ങളുടെ സ്റ്റഡീസ് ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ യുഎസിലുള്ള ട്രയൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അത് ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോഷ് ഒരു വിപ്ലവം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? ലോകമെമ്പാടും ഒരു വിപ്ലവം ഉണ്ടാക്കാൻ തയ്യാറെടുപ്പിലാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ടൈം പോകുന്നതും എന്നാൽ കാരണം ഇപ്പൊ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക, പുറത്തുനിന്ന് കഴിച്ച് നമ്മുടെ ഹെൽത്ത് പോകും. കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ടൈം പോകും. സവാള അരിഞ്ഞെടുക്കണം, അതിട്ട് പിന്നെ അത് വഴറ്റാൻ വേണ്ടി പോകണം, വഴറ്റുമ്പോൾ ഇത്ര മിനിറ്റ് നമുക്ക് ഇതിന് ടൈം പോകും. ചിക്കൻ കുക്കായി വരാൻ നമുക്ക് ടൈം പോകും. ഇത് ഈ സമയത്തെല്ലാം നമ്മൾ അടുക്കളയിൽ വേണം. അപ്പം ഞങ്ങൾ പറയും, ലേഡീസ് പറയും, അത്രയും നേരം പാല് തിളക്കില്ല, കണ്ണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് തിളച്ചു പോകും. അപ്പൊ അത്രയും ടൈം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് നിങ്ങൾ ഭയങ്കര ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകാൻ പോകുന്ന വലിയൊരു പ്രൊഡക്റ്റിന്റെ ഒരു മലയാളി ടീം മെമ്പർ എന്നുള്ള രീതിയിൽ തോമസിനോട് കിട്ടിയത് ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ഇപ്പം തോമസ് ഇതിന് മുന്നിൽ നിൽക്കുന്ന സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ആയിരുന്നു. സ്റ്റാർട്ടപ്പിന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പലപ്പോഴും ഉണ്ടാവാറില്ല. എല്ലാവർക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു IT ഫീൽഡ് അല്ലെങ്കിൽ ഒരു ടെക്കി ആ സൈഡാണ് കൂടുതൽ ആളുകൾ എടുക്കുന്നൊരു എഫേർട്ട്. പക്ഷേ ഈ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഹാർഡ്വെയർ എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ ടെക്കും AI-യും റോബോട്ടിക്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പേര് ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് തോമസിന് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മൾ ഈ ഹാർഡ്വെയർ ഡെവലപ്മെന്റ് ജേർണി എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ഡെവലപ്മെന്റ് ജേർണി ഭയങ്കര ഹാർഡാണ്. അതാണ് ആദ്യം റിയലൈസ് ചെയ്യേണ്ട കാര്യമല്ലേ? അതെ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പേഷ്യൻസും കാണാൻ അതോടെ ഇറങ്ങുവാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഹാർഡ്വെയർ ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ലൈക്ക് അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ സാധനമാണ് നമുക്ക് പുഷ് ചെയ്യാം. നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തു, റെസ്റ്റ് ബട്ടൺ അടിച്ചു, തീർന്നു. പക്ഷേ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഒരു സാധനം പുറത്ത് ഇറങ്ങി, പക്ഷെ അതിനകത്ത് നമുക്ക് പിന്നീട് ലൈക്ക് അതിനകത്തൊരു ചേഞ്ചോ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുത്തണമെങ്കിൽ അത് അതിനനുസരിച്ചുള്ള കോസ്റ്റ്, ടൈം, ഇൻവെസ്റ്റ്മെന്റ് കുറേ സംഭവങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മളൊരു ഹാർഡ്വെയർ ഫിസിക്കൽ പ്രോഡക്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്യൂച്ചറും കാര്യങ്ങളെല്ലാം കാണണം. ലൈക്ക് ഇൻ ദ ഫ്യൂച്ചർ ലൈക്ക് ഈ സംഭവങ്ങൾ വർക്കൗട്ട് ആവുമോ, അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ വർക്കൗട്ട് ആവുമോ, അങ്ങനെ കുറേ ആസ്പെക്ട്സ് കാണേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു മെയിൻ സാധനമാണ് നമ്മൾ ഈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റിനകത്ത് ഫുഡ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തവിന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, ലൈക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഞങ്ങൾ തന്നെ 30 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് ലൈക്ക് വർക്കൗട്ട് ആക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഞങ്ങളുടെ കമ്പനിയിലോട്ട് ഒരാൾ വരുവാണ്, ഒരു ഇന്റേൺ വന്നു. ലൈക്ക് ഇത് സംഭവിച്ചാണ്, ഇന്റേൺ വന്നിട്ട് ഞങ്ങൾ അവരോട് പറയുകയാണ് ലൈക്ക് ഒരു സ്റ്റെറർ ഒന്ന് റീഡിസൈൻ ചെയ്യുക. അപ്പം ഞങ്ങൾ 5 വർഷം മുമ്പ് ഫെയിലായ ഡിസൈനായിട്ടായിരിക്കും ആ ആൾ ഏറ്റവും ആദ്യം വരുന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് ഓർത്തു ഒരു ഡോക്യുമെന്റേഷൻ്റെ ഇമ്പോർട്ടൻസ്, ലൈക്ക് ഇത് ഞങ്ങൾ അന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ആൾക്ക് അതിനകത്തൂടെ ഫുള്ള് പോയി ആ ഒരു ജേർണി മനസ്സിലാക്കുക, ഞങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല. അപ്പോൾ ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടായിരിക്കണം, ലൈക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ റിക്വയർമെന്റ് വരുമോ ഇല്ലെന്ന്. പിന്നെ മെയിൻ ഒരു സാധനമാണ്
ഇപ്പം ഞങ്ങൾ ഇവിടെ പറയും ലൈക്ക് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ ആ ഒരു സാധനം ഉണ്ട്, ലൈക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം ബിൽഡ് വേഴ്സസ് ബൈ എന്നാണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി ആ മാർക്കറ്റിൽ ആ സാധനം ഉണ്ടെങ്കിൽ അത് മേടിക്കുക, അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ഐഡിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്ട് എക്സ്പെരിമെൻറ്റ് നോക്കുക. അത് നമ്മൾ പിന്നെ റീഇൻവെൻറ്റ് ചെയ്യാനോ ബിൽഡ് ചെയ്യാനായിട്ടോ പോകരുത്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഞങ്ങളുടെ നമുക്കിപ്പോൾ നമ്മുടെ ഡിവൈസിനകത്ത് വെള്ളം വെക്കുന്ന കണ്ടെയ്നറുണ്ട്, ഓയിൽ വെക്കുന്ന കണ്ടെയ്നറുണ്ട്. ഇതിന് നമുക്ക് ജസ്റ്റ് 2 വാൽവുകൾ വേണം. അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വാൽവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പകരം നമുക്ക് ഇങ്ങനെ വേണമല്ലോ, ഞങ്ങൾക്കൊരു റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യാനായിട്ട് പോയി. അത് വർക്കൗട്ട് ആയില്ല, കുറേ സമയം പോയി. ലൈക്ക് ഈ പ്രൊഡക്റ്റിനകത്തോടെ വെള്ളം ലീക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പഠിച്ചൊരു സാധനമാണ് ഇപ്പോൾ ബിൽഡ് വേഴ്സസ് ബൈ. ഓൾറെഡി റിലയബിൾ ആയിട്ടൊരു ലൈക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് അനുസരിച്ച് സാധനം ഉണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കുക. ലൈക്ക് നമ്മൾ ഓൾറെഡി ആൾക്കാർ അവരുടെ സമയവും പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇഷ്ടം പോലെ ടെസ്റ്റിംഗ് ഫേസുകളിലൂടെ പോയ സാധനമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വാൽവ് ആണെങ്കിൽ അത് പ്രൂവ് ചെയ്ത വാൽവാണ്, അത് യൂസ് ചെയ്യുക. നമ്മൾ പിന്നെ റീഇൻവെൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയവും എഫേർട്ടും ടൈമും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ചെയ്താൽ ഇറസ് ബട്ടൺ അടിക്കാം. ഇരുമ്പ് കൊണ്ടൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ ക്ലേ പോലെ ആക്കിയിട്ട് നമുക്ക് തിരിച്ച് ആ പ്രൊഡക്റ്റിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയതാണ്. ഓക്കെ, ഇനി എന്താണ് നോഷിന്റെ ഫ്യൂച്ചർ ആയിട്ട് നിങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാവരും കാണുന്ന ഒരു വിഷൻ ഉണ്ടാവുമല്ലോ? ഞങ്ങളുടെ വിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് നമ്മുടെ കിച്ചണിൽ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഞങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ വലിയൊരു വളരെ നല്ലൊരു വിഷൻ ആയിരിക്കും അത്. ഞങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടി ഇങ്ങനെ ആക്സസറീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ അമ്മ ഇപ്പം നമ്മൾ ചപ്പാത്തിയുടെ മാവ് കഴിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഡിവൈസിനകത്ത് ലൈക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ തവി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു തവി ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മൾ ആട്ട ഇട്ട് കൊടുത്ത് ലൈക്ക് നമ്മുടെ പാത്രത്തിനകത്തോട് ആട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോ ആക്കി നമുക്ക് കൈ തന്നോളും. കുറച്ചും കൂടെ ആൾക്കാരുടെ ലൈഫ് ഈസി ആക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം പാത്രം ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനകത്ത് തുറന്ന് വെച്ചുള്ള കുക്കിങ്ങാണ്. അപ്പം ഞങ്ങൾ ഇതിനകത്തോട്ട് ലിഡ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ലിഡ് ആഡ് ചെയ്യുമ്പോൾ കുക്കിങ്ങിന്റെ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഫ്ലേവേഴ്സ് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. അപ്പം ആൾക്കാരുടെ ലൈഫ് ലൈക്ക് ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിനെ എങ്ങനെയൊക്കെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാരുടെ ലൈഫ് ഈസി ആക്കാം. ലൈക്ക് നമുക്ക് കിട്ടിയ ഡേറ്റ വെച്ച് അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിന്റെ ശ്രമത്തിലാണ് ഞങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങളുടെ വിഷൻ പോലെ തന്നെ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം എന്നെ പോലെ കുറേ മടിച്ചുകളായിട്ടുള്ള വീട്ടമ്മമാരെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു മലയാളി, ഒരാളല്ല ഒരുപാട് പേരുണ്ടെന്ന് അറിയാം, പക്ഷേ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ ഹോട്ട് സീറ്റിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നോഷ് ഇനിയും വളരട്ടെ, നോഷിനൊപ്പം തന്നെ തോമസിന് വളരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സ്പാർക്കിൻ്റെ എല്ലാ എപ്പിസോഡും നമ്മൾ കേൾക്കാറുള്ളത് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്ത ഇവിടെ നിന്ന് തന്നെ സർവീസ് കൊടുക്കുന്ന സംരംഭകരുടെ യാത്രയായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ കേരളത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ് ഇന്ന് സ്പാർക്കിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത്. സോ നോഷ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുന്നതാണ്. നമ്മൾ പണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ അതിനെ ഉപയോഗിക്കാനായിട്ട് മലയാളികൾ ഇങ്ങനെ ടൈം എടുത്തു. ഡ്രസ്സ് വെളുക്കുമെന്ന് നമുക്ക് ഡൗട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് അതൊരു മാൻഡേറ്ററി നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് തിങ് ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഉപയോഗിച്ചതുപോലെ, ഓവൻ ഉപയോഗിച്ചതുപോലെ, ഇപ്പോൾ എയർ ഫ്രയർ ഉപയോഗിക്കുന്നത് പോലെ നാളെ ഈ ഒരു കുക്കിംഗ് മെഷീൻ, അങ്ങനെ നമുക്ക് പേരിട്ട് വിളിക്കാം, ഒരു കുക്കിംഗ് മെഷീൻ നാളെ ഒരു തരംഗമായി മാറാൻ പോവുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു നല്ല ഓൺട്രപ്രണറുമായിട്ട് പരിചയപ്പെടാം. താങ്ക് യു സോ മച്ച്.